ഗൈസ്, അപ്പോൾ നമ്മളെ ബാംഗ്ലൂർ നഗരം ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ആദ്യം പോകുന്നത് ബാംഗ്ലൂർ പാലസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് എല്ലാവർക്കും. ഫുഡ് കഴിച്ചാണ് അവിടെയുണ്ട ദേശം കുഴപ്പമില്ലാത്തൊരു അവിടെയാണത്. ഇവിടെ വഴി അറിയില്ലെങ്കിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ പെട്ടുപോകും. കാരണം എവിടെ ചുറ്റിയാലും ഒരേ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുന്ന പ്രതീതി ആയിക്കോട്ടെ. ഇത് RT നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടോ ബാംഗ്ലൂർ. നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് യശ്വന്ത്പൂർ താജിലാണ്. അപ്പോൾ അവിടെ നാളേക്ക് പോകുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ബാംഗ്ലൂർ പാലസ് കാണാനുള്ള പരിപാടിയാണ്. നമ്മൾ കാറിലെത്തില്ല, നമ്മൾ ഇത് യൂബറിനും പിന്നെ ഇതുപോലെ തന്നെ റാപ്പിഡോനൊക്കെ ഉള്ള പരിപാടി. കോർമംഗല പോയതും ഇതുപോലെ തന്നെ 17 കിലോമീറ്റർ ഉണ്ട് ഇവിടെ തന്നെ കോർമംഗലക്ക്. അപ്പോൾ അത് പോയതുപോലെ തന്നെ യൂബറിലാണ് വന്നതും അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർമംഗലയൊക്കെ പോകുന്നവർ യൂബറിനൊക്കെ പോകണമെങ്കിൽ കുറച്ചൊന്നും നല്ലത്. കാരണം നല്ല ചെക്കിങ് ഉണ്ടാവും തിരിച്ചു വരുമ്പോൾ. വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പോകണമെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഇവിടെ യൂബറിനേക്കാളും ചാർജ് കുറവുണ്ട് റാപ്പിഡോന്. അതെന്താണെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഓട്ടോയൊക്കെ റാപ്പിഡോണ് നമ്മൾ വിളിക്കാറേട്ടാ. യൂബർ വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ ചെറിയ വഴിയിൽ നിന്ന് നേരെ ഹൈവേയിലേക്ക് കയറുന്ന കാഴ്ചയുണ്ട. ഇനി അങ്ങോട്ട് നല്ല അടിപൊളി റോഡായിരിക്കും. പിന്നെ നല്ല ട്രാഫിക് ഉണ്ടാവട്ടെ. പിന്നെ രാവിലത്തെ നേരം ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഉണ്ടെന്ന് പറയാനില്ല. പക്ഷേ കുറച്ചും കൂടി സമയം വൈകുവാണെങ്കിൽ നല്ല തിരക്കായിക്കോട്ടെ. ഇപ്പോൾ റാപ്പിഡോന് 159 രൂപയായി. അപ്പോൾ അതെ ഇതാണ് ഈ കാണുന്ന സാധനം. ബാംഗ്ലൂർ പാലസ് ഇങ്ങനെ വിജൃംഭിച്ച് കിടക്കണോണ്ടേ ഒരുപാട് നടക്കാനുണ്ടാ. ഫ്രണ്ടിൽ കൊണ്ടൊരു ബാക്കി നമ്മൾ നടക്കണം. എൻ്റെ അമ്മേ നടന്നു. വെയിലില്ലാത്തതുകൊണ്ട് ഒരു ഭാഗ്യമുണ്ടാ. വെയിലില്ലാത്തതുകൊണ്ട് ഒരു ഭാഗ്യമാണ്. അതെ അതെ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഭയങ്കര ചൂടും പണ്ടാറും. മൈസൂറാണല്ലേ. എനിക്ക് തന്നെ കുബേരൻ ഷൂട്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ടാ. സൂപ്പറാണല്ലോ. എന്തായാലും അകലെ നിന്നിട്ട് ഈ ബാംഗ്ലൂർ പാലസ് കാണുമ്പോൾ ഒരു ഡിസ്നി വേൾഡിൻ്റെ ഒക്കെ ഒരു പ്രതീതിയാണ്ട ഫീൽ ചെയ്യണം. ആ മുകളിലുള്ള ആ ഒരു കൂടാരം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നുന്ന കേട്ടോ. ഈ കാണുന്ന ഫോറിനേഴ്സിനൊരു പ്രത്യേകത ആണ് കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഫോറിനേഴ്സ് ഓൾസോ ഒക്കെയും എന്തായാലും സംഭവം തന്നെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടി. നല്ല ഫോട്ടോയ്ക്ക് പറ്റിയ അടിപൊളി ആംഗിൾ വേണ്ട ഈ ഒരു പാലസിൻ്റെ എവിടെ നോക്കിയാലും കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളും കുറേ ചറവറ എടുത്തിട്ടാ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറാൻ പോവാണ്ട. ഇനി ഇവിടെയാണ് ഒരു ട്വിസ്റ്റുള്ളത്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഗംഭീര ട്വിസ്റ്റാണ്. വീഡിയോഗ്രാഫി ഒന്നും അലോ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാലും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രയോജനമില്ല നമുക്ക്. എന്നാലും നല്ല അടിപൊളി ഒരു സംഭവമാണത്. നല്ലൊരു ഫോട്ടോയ്ക്ക് പറ്റിയ നല്ല കിടിലൻ ഏരിയ ഉണ്ട്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് ഏരിയ ഉണ്ട് ഇതിന് മുമ്പിൽ നിന്ന്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ശരിക്കും 300 രൂപയുണ്ട് ഒരാൾക്ക് ഉള്ളിൽ കയറുന്നതിന് പാസ് വരുന്നത്. കാരണം 300 രൂപയും കൊടുത്ത് കയറിയിട്ട് വീഡിയോ അലോഡ് എന്ന് പറയുമ്പോൾ അവർ വിഷമം തോന്നി. അതുകൊണ്ടാണ് കയറാഞ്ഞത്. പിന്നെ ആ കാണുന്ന ഫോറിനേഴ്സിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഫോറിനേഴ്സിന് 500 രൂപേണ്ട ഈടാക്കണത്. മൊത്തത്തിലൊരു കത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് നീങ്ങുവേണ്ട.